ഇതനുസരിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതനുസരിച്ചാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഓരോന്നും നോക്കുക. തോവിലത്ത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് നോക്കുക. ബഹായിം, യമീനുൽ ലിബിൻ കുട്ടിയുടെ വലതുവശത്ത് വെച്ച് കൊടുക്കണം. വലതുവശം ഏതാണെന്ന് നോക്കുക. വലത് കൈ ഏത് ഭാഗത്താണോ ആ ഭാഗത്തുള്ള കള്ളിയാണ് വലതുവശം. ഖദറാവാത്തു തഹ്തഹു വെജിറ്റബിൾസ് പച്ചക്കറികൾ തായ് ഭാഗത്ത് അടിയിൽ കുട്ടീൻ്റെ താഴെയുള്ള കള്ളിയിൽ. ഒത്തുയൂറു ഫി ഷിമാലിഹി ഇടത്തെ കയ്യിൻ്റെ ഭാഗത്ത് പക്ഷികളുടെ പേരുകൾ. അദവാത്തുൽ മൻസിലി ഫൗഖഹു വീട്ടുപകരണങ്ങൾ തലയുടെ ഭാഗത്ത് ഈ കള്ളിയിലും. ഇങ്ങനെ ഈ 4 കള്ളിയിൽ എഴുതുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം. അപ്പോൾ ഓരോ കള്ളികളും അതിനനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യാം. ഇനി തൊട്ടടുത്ത പ്രവർത്തനം, അതായത് പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല, അത് പരീക്ഷയ്ക്ക് ഇനി ഇതുപോലെ ഒന്ന് കൊടുത്ത് മറ്റേത് പൂരിപ്പിക്കാനുള്ള രൂപം വരാനും സാധ്യതയുണ്ട്. നുലാഹിദുൽ മുദക്കറ വൽ മുഅന്നസാണ്. മുദക്കറിനെയും മുഅന്നസിനെയും മനസ്സിലാക്കാൻ. അപ്പോൾ അബ് എന്ന് പറഞ്ഞാൽ ഉമ്മ്, അതായത് അബ് എന്ന് പറഞ്ഞാൽ ഉപ്പ, അതിൻ്റെ മുഅന്നസ് എന്താണ്? ഉമ്മ് എന്നാണ്. സമം എന്ന് പറഞ്ഞാൽ സമാനം എന്ന് ഉദ്ദേശിക്കാനല്ല. ഇതിൻ്റെ മുദക്കറും മുഅന്നസും സമാനമായ മുഅന്നസ്. അപ്പോൾ അബ്, ഉപ്പ, ഉമ്മ് ഇതൊക്കെ ക്ലാസ്സിൽ കുട്ടികളോട് തന്നെ പറയിപ്പിച്ച് കണ്ടാണ് ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇബ്ന് എന്ന് പറഞ്ഞാൽ മകൻ, ബിന്ത് മകൾ, അഹുൻ സഹോദരൻ, ഉഖ്ത് സഹോദരി, ജദ്ദുൻ വല്ലിപ്പ, ജദ്ദത്തുൻ വല്ലിമ്മ, സ്വദീഖുൻ കൂട്ടുകാരൻ, സ്വദീഖത്തുൻ കൂട്ടുകാരി. ഇതെല്ലാം ഇങ്ങനെയുള്ളതിനും ഇപ്പോൾ കാത്തിബ്, കാത്തിബത്ത്, ജലീല്, ജലീലത്ത്, ഇങ്ങനെ ഹാത്താവ് കൂട്ടിക്കാണ്ട് ഒരുവിധമൊക്കെ നമുക്ക് മുഅന്നസാക്കാൻ കഴിയും. ദീക്കുൻ പൂവൻകോയി, ദജാജത്ത് പിടക്കോയി. അത് മനസ്സിലാക്കിയെടുക്കുക കുട്ടികൾ. ഇനി അറബിയാക്കാനാണ്. പിതാവ് കസേരയിൽ ഇരുന്നു. ഇരുന്നു എന്നുള്ളത് ഈ പാഠത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ജലസ, പിതാവും വന്നിട്ടുണ്ട്. കസേര എന്നുള്ളതും അവർ പഠിച്ചത് തന്നെയാണ്. കസേരക്ക് കുർസി എന്ന് പറയും. ജലസ ഇരുന്നു, പിതാവ് അബ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു സെൻറ്റൻസിൻ്റെ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് ആക്കാൻ നിൽക്കുമ്പോൾ ഒരു സെൻറ്റൻസിൽ ക്രിയ ഉണ്ടെങ്കിൽ, ഫിയലുണ്ടെങ്കിൽ അതിനെയാണ് ആദ്യം എഴുതുക. അപ്പോൾ ജലസൽ, പിന്നെ എന്ത് ചെയ്യുക? പിതാവ്, അതിൻ്റെ ഫായിൽ, അതായത് പ്രവർത്തിച്ച ആൾ. അപ്പോൾ ജലസൽ അബു. ഇനി കസേരയിൽ എന്ന് പറഞ്ഞാലും അതിൽ ഫീൻ എന്നല്ല ഉപയോഗിക്കുക, കസേര മേൽ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ അലൽ കുർസി എന്നാണ് ഉപയോഗിക്കുക. ജലസൽ അബു അലൽ കുർസി. ഇനി അടുത്ത ജാസിർ മഗ്രിബ് നിസ്കരിച്ചു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. കുട്ടികളോട് ചോദിച്ച് നിങ്ങളിത് ചെയ്യിപ്പിച്ചതിന് ശേഷമേ അവർക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾക്കിത് നേരെ കാണിച്ചു കൊടുത്താൽ കുട്ടികളത് പഠിക്കില്ല. അത് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ കേൾക്കാൻ പിന്നീട് ഉപയോഗപ്പെടുത്താം. ജാസിർ മഗ്രിബ് നിസ്കരിച്ചു. നിസ്കരിച്ചു എന്നുണ്ടെങ്കിൽ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വന്നാണ് സ്വല്ല, അല്ലേ? സ്വല്ല അഅ്ളാ ഉൽ ഉസ്റത്തി ജമാ, പിന്നെ സ്വലാത്തൽ ളുഹരി. അതായത് അപ്പോൾ അവിടെ നേരെ മാറ്റിയാൽ മതി. സ്വലാത്തൽ ളുഹരി പറഞ്ഞ ഇവിടെ മാറ്റിയ സ്വല്ല. ഇനി ചെയ്ത ആൾ ആരാണ്? ജാസിറുൻ. സ്വല്ല ജാസിറുൻ അൽ മഗ്രിബ, അല്ലെങ്കിൽ സ്വലാത്തൽ മഗ്രിബ്. മഗ്രിബ് നിസ്കാരം നിസ്കരിച്ചു. സ്വലാത്ത് കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും ശരിയാക്കാം. മഗ്രിബ് വെറും മഗ്രിബ് പറഞ്ഞാലും പടിഞ്ഞാറ് എന്ന അർത്ഥം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ പിന്നെ അസ്തമ സമയം എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കും. അപ്പോൾ സ്വലാത്തുൽ മഗ്രിബ് പറയുന്ന ഒന്നും കൂടെ വൃത്തിയായിരിക്കും. ഇനി അനീസ് കഴുകി. ഇതും നമ്മളെ പാഠത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ബാദ ഒസലിൽ യതി എന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികളോട് അങ്ങനെ തന്നെ ചോദിച്ച് അവർക്ക് ഇതിൻ്റെ പരിശീലനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ കഴുകി എന്നാണ് ആദ്യം വരേണ്ടത്. ഒസല. ഇനി ഒസലൻ, അതിൻ്റെ ഫായിൽ അനീസു അല്യത. അനീസ് എന്ത് ചെയ്തു? കഴുകി. ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഓക്കെ. അടുത്ത പ്രവർത്തനം, ഇതും അതിൻ്റെ പ്രവർത്തനം ചെയ്യാനൊന്നുമില്ല. ഒളുവ് എന്നിടത്ത് ഇവിടെ പുള്ളി കൂടിയിട്ടുണ്ട്. ഇത് ഒളുവ് എന്നാണ്, അയിനാണ്, ഒയിനല്ല. അപ്പോൾ ഒളുവ് അതിൻ്റെ ബഹുവചനാണ് അഅ്ളാ. ഒളുവ് പറഞ്ഞാൽ അവയവം അല്ലെങ്കിൽ അംഗം, മെമ്പർ. അഅ്ളാ എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ. ഇവർ നമ്മുടെ ശരീരത്തിലൊരു അവയവത്തിനും എന്ത് ചെയ്യും? അവയവങ്ങൾ എന്നുള്ളതിനും അഅ്ളാ എന്ന് പറയും. അപ്പോൾ ഒളുവൻ അവയവം അല്ലെങ്കിൽ അംഗം. നമ്മൾ ഈ പാഠത്തിൽ അംഗം എന്ന അർത്ഥത്തിലാണ് മെമ്പർ. അഅ്ളാ അംഗങ്ങൾ. ഒളുവുൽ പാർലമാൻ എന്ന് പറയും, പാർലമെൻറ്റ് മെമ്പർ. അപ്പോൾ അതേപോലെ മനസ്സിലാക്കി. സഹ്റത്തുൻ പൂവ്, അതിൻ്റെ ബഹുവചനം അസ്ഹാറുൻ പൂക്കൾ. തോവിലത്തുൻ മേശ, അതാണ് ജം എന്നുള്ളതിൻ്റെ ചുരുക്കാണ് ജീമ്. തോവിലാത്തുൻ മേശകൾ. ഇങ്ങനെയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. തൊട്ടടുത്തുള്ളത്, അടുത്ത പ്രവർത്തനമായിട്ടുള്ളത്, ഇവിടെ ഖുർആനിൽ നിന്നുള്ള കുറച്ച് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അഥവാ ഈ ആയത്തുകളിൽ ഒക്കെ ഈ 6 ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആയത്ത് പ്രത്യേകമായിട്ടൊന്നും പഠിക്കാനില്ല, ഇതിൻ്റെ അടിവര കൊടുക്കാനാണ്. ഈ ഖുർആനിക ആയത്തുകൾ ഓതുകയും
അതിൽ നിന്ന് അസ്മാ ഉൽ ജിഹാത്ത് മനസ്സിലാക്കി കണ്ടെത്തിയതിന് ശേഷം അവക്കടിയിൽ അടിവര വരയ്ക്കാനുമാണ് പ്രവർത്തനം. അപ്പോൾ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ തഹ്തിഹ, ഈ തഹ്തി ഇതിൻ്റെ അടിയിലാണ് അടിവര വരക്കേണ്ടത്. അപ്പോൾ റഫഅന ഫൗഖഹുമുത്തൂർ, പിന്നെ ഇവിടെ ഫൗഖ എന്നതിൻ്റെ അടിയിൽ അടിവര വെക്കണം. അനിൽ യമീനി വ അനിഷിമാലി അസീൻ, രണ്ടെണ്ണം ഉണ്ട് അതിൽ, യമീനുണ്ട് ഷിമാലുണ്ട്. ഫനബദൂഹു വറാഅ ദുഹൂരിഹിം, അവിടെ വറാഅ. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ, അമാമ. വകാന തഹ്തഹു കൻസുൽ ലഹുമാ, ഇവിടെ തഹ്തഹു, തഹ്ത. അപ്പോൾ ഇവയൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് അത് കുട്ടികൾ പഠിച്ചിട്ടും അത് കാര്യമില്ല, പിന്നെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആ ആയത്തിൽ നിന്ന് ആ വാക്കുകൾ കണ്ടെത്തലാണ് അതിൻ്റെ പ്രവർത്തനം. തൊട്ടടുത്തുള്ളത് കോപ്പി എഴുതി പരിശീലിക്കാനാണ്. ആ വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെൻസിൽ കൊണ്ട് മുകളിലൂടെ എഴുതാൻ പറ്റിയ രൂപത്തിൽ ആ വാക്കുകളുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു കള്ളി ഉണ്ട് അവർക്ക്. ഇത് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ കുട്ടികൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അല്ലാഹു തആല നമ്മളെ മക്കൾക്ക് നല്ല മനസ്സിലാക്കാനുള്ള കഴിവ് നൽകട്ടെ. ഇത് കഴിഞ്ഞ മാസത്തെ പാടാണ്, എടുത്തിട്ട് കുറേ ദിവസമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് സമയം വൈകിയതാണ്.